ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അച്ഛൻ്റെ അമ്മൻ്റെ 26ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. നമ്മളെപ്പോഴും നല്ല ദിവസങ്ങൾ തുടങ്ങുന്നത് അമ്പലത്തിൽ നിന്നാണ്. അപ്പം രാവിലെ തന്നെ എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോയി. ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ശിവക്ഷേത്രത്തിലായിരുന്നു ഞങ്ങൾ പോയി തൊഴുതു പുഷ്പാഞ്ജലി എല്ലാം കഴിപ്പിച്ചു. അമ്മയുടെ സർജറി കഴിഞ്ഞിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ അമ്മ അമ്പലത്തിലേക്ക് വരുന്നത്. ഞങ്ങൾ പോവായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് കാലിന് വയ്യാത്തതുകൊണ്ടും നടക്കാൻ പറ്റാത്തതുകൊണ്ടും അമ്മ അധികം പോയിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ അമ്മ അമ്പലത്തിലേക്ക് വരുന്നത്. നമുക്ക് അവിടുത്തെ സ്വാമി കുറച്ച് പായസമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും വെഡ്ഡിങ് ആനിവേഴ്സറി ആകുമ്പോൾ അച്ഛൻ്റെ അമ്മേൻ്റെ ഈ ഫോട്ടോസ് ഞങ്ങൾ എടുക്കാറുണ്ടായിരുന്നു. കാരണം എന്തൊക്കെ ചേഞ്ചസാണ് വന്നതെന്ന് നമുക്ക് പിന്നീട് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. പുട്ടും കടലയായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പേ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി നമുക്ക് പുറത്ത് പോയി ആഘോഷിക്കണമെന്ന് ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തായിരുന്നു. അമ്മയുടെ സർജറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുവരെ ഇങ്ങനെ ഫാമിലി ആയിട്ട് പുറത്ത് പോയിട്ടേ ഇല്ല. അപ്പം നമുക്കൊന്ന് പുറത്ത് പോയി എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് നമ്മൾ പോകുന്നത് പൂക്കോട് ലേക്കിലേക്കാണ്. മുളേരി പായസത്തിൻ്റെ ബോർഡ് കണ്ടപ്പോൾ നമ്മൾ ആരും കഴിച്ചിട്ടില്ല എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അച്ഛൻ അവിടെ തന്നെ വണ്ടി നിർത്തി. എങ്ങനെയുണ്ട്? അമ്മ അടിപൊളിയാന്നാ പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് അച്ഛാ? അച്ഛൻ്റെയും ഗ്രീൻ ഫ്ലാഗ് കണ്ടതോടെ ഞാൻ പിന്നെ ഒട്ടും വെയിറ്റ് ചെയ്തില്ല. കുടിച്ചു നോക്കി, സംഭവം കിടുക. നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു, പൂക്കോട് ലേക്ക്. ഫസ്റ്റ് തന്നെ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 40 രൂപയാണ്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് വന്നു. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്ലേസാണ്. കാരണം മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. ഒരു പ്രത്യേകിച്ചുള്ള വലിയ ബഹളങ്ങളോ അങ്ങനെയൊന്നുമില്ല. കിളികളുടെ സൗണ്ട്, അങ്ങനെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആക്കുന്ന ഒരു ഏരിയ ആണത്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഈ ലേക്കിൻ്റെ ചുറ്റും നമുക്കിങ്ങനെ നടക്കാം. അതന്നെ ഒരു അടിപൊളിയാണ്. ഇങ്ങനെ ഒരു പ്രത്യേക ഫീലാണ്. അച്ഛൻ്റെ അമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കൈ കൊണ്ട് ചെയ്തൊരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ 2 ദിവസത്തെ എൻ്റെ പരിശ്രമത്തിനൊടുവിൽ അത് കംപ്ലീറ്റ് ആക്കി. എന്നിട്ട് അവർക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കുകയാണ്. അവരുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഇവരൊന്നും കാണാതെയാണ് ബാഗിൽ ഞാനിതെടുത്ത് വെച്ചത്. ഇവർക്ക് അറിയില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം ഇതിലുണ്ടെന്ന്. അച്ഛാ അത് വരച്ചിട്ട് ശരിയായില്ല അച്ഛാ. എങ്ങനെയുണ്ട്? ഇതാണ് അച്ഛനും അമ്മയ്ക്കും എൻ്റെ വകയുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്. ഞാനിതെങ്ങനെയാണ് വരച്ചതെന്നൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ സർപ്രൈസുകൾ കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷം കാണാൻ ഒരു പ്രത്യേക ഫീലാണ്. ഈ ലേക്കിന് ചുറ്റും കുറേ ഇങ്ങനെയുള്ള മരങ്ങളും വള്ളികളൊക്കെ ഉണ്ട്. നമുക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ അടിപൊളി സ്പോട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ നേരം നടന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സ്വീറ്റ് കോണും ഐസ്ക്രീമും ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. രസമുണ്ട്. ഈ വള്ളിയുടെ ബലം നോക്കാൻ വേണ്ടി ഞാനൊന്ന് തൂങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ആടാനുള്ള ഊഞ്ഞാലായിരുന്നു. അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നില്ല. ആടിക്കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ബോർഡ് കണ്ടത്. ഇവിടെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുരങ്ങന്മാരെയാണ്. അവർ നമ്മളെ ഫുഡൊക്കെ എടുത്തുകൊണ്ട് പോകും. വിശപ്പിൻ്റെ വിളി വന്നതോടെ നമ്മൾ നേരെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോയി. വെഡ്ഡിങ് ആനിവേഴ്സറി വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കാണാം നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.